ഈ ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് ശാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ കഴുത്തറുത്ത് കൊല്ലുമായിരുന്നു. അതൊക്കെ തെറ്റായ രീതികളാണ്. ഒരാളെ കൊന്നിട്ടുള്ള പുണ്യം എന്തിനാ ഇവർക്ക്? ധനമുണ്ടാവാൻ കൊല്ലിനെ കൊല്ലുക. ഇപ്പം നമ്മൾ നാളെ കഥകളെ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീയെ വെട്ടി നുറുക്കി ഇതാക്കിയതിനാ അത് അതൊക്കെ അഥർവ പൂജകളാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതിനൊക്കെ നമ്മൾ എതിർക്കണം. അതൊന്നും ശരിയല്ല. പിന്നെ ഗുരുതി നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഈ പതിയക്കളുടെ അടുത്ത് ഗുരുതി നടത്തിയില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വീത് വയ്ക്കാവുന്ന സമ്പ്രദായമുണ്ട് ചില സ്ഥലങ്ങളിൽ. അതായത് കള്ള്, ഇറച്ചി, ഉണക്കമീൻ ഇതൊക്കെ വെച്ച് വീത് വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഐശ്വര്യക്കുറവുണ്ടാവും. അത് നമ്മൾ പൂർവികമായിട്ട് ആചരിച്ച ആചാരങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഓരോ രീതികളിലും ഓരോ സമ്പ്രദായത്തിലും നമ്മൾ ഏത് സമ്പ്രദായത്തിൽ ഭഗവാനെ വിചാരിച്ചാൽ ദൈവം നമ്മളെ പ്രത്യക്ഷപ്പെടും. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് അർഹതയുള്ളതാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ. അതാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ, IR5 സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തിനെയാണ് പറയുന്നത്. കാരണം IR5 സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? 5 6 5 6 എന്ന് പറയുമ്പോൾ എന്താണ്? എയർ, ഫയർ, വാട്ടർ, എർത്ത്, എതർ. ഈ 5 കാര്യങ്ങളെ അവർ സായിപ്പന്മാർ പറയുന്നു അത്രേ. അപ്പോൾ നമ്മളുണ്ടാക്കിയിരുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പൃഥ്വി, അപ്പ്, വായു, ജലം, ആകാശം, ഈ സംഭവങ്ങളെ പാശ്ചാത്യർ അതിനെ ഇംഗ്ലീഷ് മുകളിൽ പറയുന്നു മാത്രം. ഈ രീതികളെല്ലാം നമ്മൾക്ക് നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയ രീതികളാണ്.